നമ്മൾ ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതൊരു കബാബാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല എരിവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കബാബാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 400 ഗ്രാംസ് ചിക്കൻ ബോൺലെസ് ആണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ചേർക്കാം. അതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പം ഞാനൊരു 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് യോഗേർട്ടാണ് ചേർക്കുന്നത്. തൈര്, നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതൊരു 3 ടീസ്പൂൺ ചേർക്കാം. അപ്പം നമുക്ക് എത്രത്തോളം ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് അളവ് കൂട്ടണം. ഇപ്പോൾ ഞാൻ ഇതിൽ 3 ടീസ്പൂൺ തൈരും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ക്രീം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഹെവി വിപ്ഡ് ക്രീം ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ ചിക്കൻ അല്ല, വെജിറ്റബിൾസും എല്ലാം ഇതുപോലെ പൊട്ടറ്റോയും ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൽ തന്നെ ഇട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ജീരകവും ചേർക്കുക ചെയ്യുന്നത്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിൽ ചേർത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ മെത്തി ലേസും നമ്മൾ ചേർക്കുന്നുണ്ട്. മെത്തി ലേസ് ചേർക്കുമ്പോൾ കുറച്ച് നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പം പിന്നെ ഇതിലെല്ലാം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കുറേ നേരം, ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിരിക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ഇതിനകത്തേക്കൊക്കെ മസാല എല്ലാം പിടിച്ചിരിക്കും. ഇപ്പോൾ ഇതൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുത്ത് നമുക്കൊരു സ്ക്യൂവർ, വുഡൻ സ്ക്യൂവറോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ആണെങ്കിൽ ഏതായാലും എടുത്തിട്ട് അതിലേക്ക് ഈ ഓരോ ക്യൂബ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വുഡൻ സ്ക്യൂവറാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് സോക്ക് ചെയ്തിട്ടെടുക്കണം. നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ അതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കരിയാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മൾ പിന്നെ ഓവൻ സെറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ബേക്കിൽ 500 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ചിക്കൻ്റെ ഇതനുസരിച്ച്, ഇപ്പോൾ ചെറിയ പീസാണ് 10 മിനിറ്റത്തേക്ക് വെക്കുക ചെയ്യുന്നത്. വെന്തിട്ടില്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൂട്ടി വെക്കാം. അപ്പം നമുക്ക് ആദ്യം 10 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ചൊരു ബട്ടർ ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുക. ഒന്ന് നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം കുറച്ച് നല്ലൊരു ബ്രൗണിഷ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബട്ടറിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴും ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചീസും ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് മുകളിൽ മാത്രമായിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുത്ത് വീണ്ടും വെക്കാം. പിന്നെ നമ്മൾ ഇതിപ്പോൾ ബേക്ക് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രോയിലിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു 2-3 മിനിറ്റോ ഒക്കെ ഒന്ന് ബ്രോയിലെടുത്ത് നല്ലതാണ്. അപ്പം നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. കുറച്ചുകൂടി ഒരു ബേക്ക് ചെയ്തതൊന്നും ബ്രോയിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ആ
ഗ്രില്ല് ചെയ്ത ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ബ്രോയിലും കൂടെ വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.